ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 74 റിവ്യൂ. അനിമോൾ ഇന്ന് വീണ്ടും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പാലിനെ മോരാക്കി മാറ്റി അനിമോൾ. കഴിഞ്ഞ ദിവസം 2 കവർ പാൽ കിട്ടിയിരുന്നു. ആ പാലിൽ ഒന്ന് ചീത്തയായിപ്പോയി. അത് കേടാണെന്ന് അറിഞ്ഞിട്ടും അനിമോൾ മോരാണെന്നൊക്കെ അനീഷൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതൊന്ന് തിരുത്താനൊന്നും അനിമോൾ തയ്യാറായില്ല. അനിമോൾ കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി വഴക്കിട്ടപ്പോൾ അനീഷാണ് അനിമോൾക്ക് വേണ്ടി സംസാരിച്ചത്. മോരല്ല, അത് പാല് കേടായതാണെന്ന് വൈകുന്നേരമാണ് അനിമോൾ പറഞ്ഞത്. നീ ഒരു മഹാനടിയെന്ന് അനീഷ്. രാവിലെ നെവിൻ വന്ന് ഉള്ളിയെടുത്തപ്പോഴും ആദില വന്ന് ചെറുപേർ കുറച്ചെടുത്തപ്പോഴും ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ അനിമോൾ തന്നെ വൈകുന്നേരം മുട്ടയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കുറച്ചു പേർക്ക് കൊടുക്കുന്നു. ഇതിന്റെ പേരിൽ നെവിനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസം ഷാനവാസ് മട്ടനെടുത്ത് പ്രശ്നമുണ്ടാക്കി അനിമോൾ തന്നെ നൂറയ്ക്ക് ഒരു പീസ് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ പാവ ടാസ്കിൽ വുമൻ കാർഡ് എടുത്ത് അനിമോളും ലക്ഷ്മിയാണ് ആദ്യം പോയി മുമ്പിൽ കയറി നിന്ന് അതിന്റെ പുറകിൽ അനിമോള്, പിന്നെ അക്ബർ. ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ എന്റെ ദേഹത്ത് തുടരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉന്തലും തള്ളലും ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അതാണല്ലോ ഫിസിക്കൽ സാധാരണമായിട്ട് സംഭവിക്കുന്നത്. അനിമോൾ കരഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നാടകീയമായിട്ട് ഡ്രാമ കളിച്ചുകൊണ്ട് അക്ബറിനെതിരെ മോശം പദപ്രയോഗങ്ങൾ പറയുകയും ജന്തു എന്നൊക്കെ വിളിക്കുകയും അക്ബറിന്റെ ബലം മുഴുവൻ എന്റെ മേത്താണ് കൊടുത്തിരുന്നതെന്നും പറഞ്ഞ് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയൊക്കെ ഇതിനെ അക്ബറിനെതിരെ സംസാരിക്കുന്നു. അനിമോൾ പറയുന്നു, ബസ്സിലൊക്കെ സാധാരണ പ്രവർത്തിക്കുന്ന പോലെയാണ് അക്ബർ ചെയ്യുന്നതെന്നും ഇത് മോശമായി പോയെന്നും വളരെ മോശമാണോ ഈ പറയുന്നതെന്നും അക്ബർ. ലക്ഷ്മിയും ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. കാരണം അനിമോൾ പറഞ്ഞത് മോശമായി പോയി. കാരണം വേറെ അർത്ഥത്തിലാണ് അനിമോൾ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇതിനിടയ്ക്ക് എന്റെ പാവ പോയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാവ പോയെ എന്ന് പറഞ്ഞ് കരഞ്ഞ് അനിമോൾ ഡ്രസ്സിന്റെ അകത്ത് വെച്ചിരുന്ന പാവ, എല്ലാവരും ഡ്രസ്സിന്റെ അകത്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സിന്റെ അകത്ത് വെച്ചിരുന്ന പാവ പാൻറ്റിക്കോടെ ഓർന്ന് താഴേക്ക് പോയപ്പോൾ നിവിൻ അത് എടുത്തു. അപ്പോഴാണ് അനിമോളുടെ ഈ പ്രകസനം. അക്ബർ മറ്റും ഫിസിക്കൽ കളിക്കുന്നു എന്ന് പറഞ്ഞ അനിമോൾ നിവിന്റെ കൈ കടിക്കുകയും മാന്തുകയും ചെയ്തിട്ടാണ് ഈ പ്രകസനം. എല്ലാവരും തന്നെ ഫിസിക്കലാണ് കളിച്ചിട്ടുള്ളത്. അനീഷ് അക്ബറിന്റെ കൈ കടിക്കുകയും അക്ബർ അനീഷിന് തലക്കടിക്കുകയും ചെയ്യുന്നുണ്ട്. ആരും ഉപദ്രവിക്കാതെയാണ് പാവ കളക്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പാവ കളക്ട് ചെയ്തിട്ടുള്ളത് ആര്യനാണ്. ഇതിനിടയ്ക്ക് അക്ബറിന്റെ പാവ ആരും കാണാതെ അടിച്ചു മാറ്റുന്നുണ്ട് ആദില. അക്ബർ എടുത്തു വയ്ക്കുന്നത് ആദില കണ്ടുവെന്ന് അക്ബറിന് അറിയാമെങ്കിലും ആദില അത് എടുക്കില്ലെന്ന് അക്ബർ വിശ്വസിച്ചു. ആ വിശ്വാസം തകർന്നു. താൻ എടുത്തിട്ടില്ലെന്ന് അക്ബറിനോട് ആദില. നെവിൻ ബെഡ്റൂമിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടുവെന്ന് ഷാനവാസ്. എന്നാൽ താൻ എടുത്തിട്ടില്ലെന്ന് നെവിൻ. താൻ തന്റെ സാധനങ്ങൾ ഒഴിപ്പിച്ചു വെക്കുകയാണ് ചെയ്തതെന്ന് നെവിൻ. ആദില മോഷ്ടിച്ചത് ഗെയിമാണ്, സമ്മതിച്ചു. പക്ഷേ അക്ബറിന്റെ മാത്രമാണ് മോഷ്ടിച്ചത്. വേറെ ആരെയും മോഷ്ടിക്കാൻ ആദില ശ്രമിച്ചില്ല. അതാണ് വ്യക്തിപരമായിട്ടാണ് ആദില ചെയ്യുന്നത്. ഗെയിം മാത്രമല്ല ചെയ്യുന്നത്, പേഴ്സണൽ ആയിട്ടാണ് എടുക്കുന്നത്. എല്ലാവർക്കും അക്ബറിനോടാണ് വിരോധം. ആദില, നൂറ, അനിമോൾ, ഷാനവാസ്, ലക്ഷ്മി, അങ്ങനെ എല്ലാവർക്കും. ഈ വിരോധം അക്ബറിനെ ടോപ്പ് 5 എത്തിക്കും. ആര്യനൊക്കെ ഇപ്പൊ ഗെയിം കളിച്ച് നന്നായിട്ട് മുന്നേറുന്നുണ്ട്. ആര്യന് മിക്കവാറും ടോപ്പ് 5 കയറും. ടോപ്പ് 5 എത്താൻ എന്റെ ചില പ്രതീക്ഷകൾ: 1 അനീഷ്, അനിമോള്, ഷാനവാസ്, അക്ബർ, ആര്യൻ. നെവിനൊക്കെ ഇപ്പോൾ നന്നായി ഗെയിം കളിക്കുന്നു. പക്ഷെ നെവിനൊക്കെ വോട്ട് കുറവാണ്. ഒട്ടും ഗെയിം കളിക്കാതെ വാഴ പോലെ നിൽക്കുന്ന നൂറയ്ക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ട്. ആദില ഡേർട്ടി ഗെയിമാണ് കളിക്കുന്നതെങ്കിലും ഗെയിമുണ്ട്, എങ്കിലും 5 അറിയിക്കുന്നില്ല. സാബുമോനൊക്കെ എപ്പോഴേ പോകേണ്ടതാണ്. ഷാനവാസ് പറഞ്ഞ അത് ശരിയെന്ന് പറയും. അക്ബർ പറഞ്ഞ അതാണ് ശരിയെന്ന് പറയും. അനിമോൾ പറഞ്ഞ അതാണ് ശരിയെന്ന് പറയും. ഇങ്ങനെ ആര് പറഞ്ഞാലും ശരിയെന്ന് പറയുന്ന ആളാണ് സാബുമാൻ. സാബുമാനെ മാനിപ്പുലേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലക്ഷ്മി ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കാണ് തലവെക്കുന്നത്. ഷാനവാസ് എന്തോ ഇന്നത്തെ ടാസ്കിൽ പങ്കെടുത്തില്ല, മാറി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഷാനവാസിന് 0 ഉണ്ടായിരുന്നത്. അതുപോലെ അക്ബറിന്റെ മോഷിച്ചുകൊണ്ട് പോയതുകൊണ്ടും 1-2 ആര്യന് കൊടുത്തു എന്ന് തോന്നുന്നു. അതുകൊണ്ട് അക്ബറിന് 0 ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആര്യനും, പിന്നെ അനീഷിനും, അനിമോൾക്കും, ആദിലയ്ക്കൊക്കെയാണ്. ആദിലയും അനിമോളും അക്ബറിനെ മോഷിച്ചത് പങ്കുവെച്ചപ്പോഴാണ് എണ്ണം കൂടിയത്. ഇന്ന് നല്ല ഓവറായിട്ടുള്ള ഡ്രാമയായിരുന്നു അനിമോളുടേത്. ചില്ലിന് കരച്ചില്, ഗെയിമിന് ഗെയിം. അനിമോൾ എല്ലാ തെറ്റിനും മറ്റുള്ളവരോട് ചോദ്യം ചെയ്യും. എന്നാൽ അതേ തെറ്റ് അനിമോൾ ആവർത്തിക്കുകയും ചെയ്യും. അതാണ് അനിമോൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുമോ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ? ആരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ? ആരാണ് ടോപ്പ് 5 എത്താൻ പോകുക? കമന്റ് ചെയ്യുക. നാളെയും ഗെയിമുണ്ട്. ഇതിന്റെ ബാക്കി നമുക്ക് കാണാം. ആരാണ് ഏറ്റവും കൂടുതൽ മുന്നിലെത്തുക? 1ാം സ്ഥാനത്ത് എത്തിച്ചേരുന്ന ആൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഫിനാലെ ടാസ്കിലുണ്ടായിരിക്കും.